രാജ്യത്ത് തന്നെ ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിത്വമാണ് തോമസ് ചാഴികാടൻ്റേത്. അതുകൊണ്ട് തന്നെ നിരവധി വോട്ടർമാരെ നേരിൽ കാണുവാൻ അദ്ദേഹത്തിന് സമയം ലഭിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ചാഴികാടൻ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം പിന്നിടുമ്പോൾ ബഹുദൂരം മുന്നേറാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയാണോ ഇപ്പോൾ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് എൻ്റെ പേരാണ്. ഇനി അങ്ങോട്ട് ഫോർമലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളാണ് ആവശ്യമായിട്ടുള്ളത്. അതിലേക്ക് കടക്കുവാൻ 2-ാം തീയതി മുതൽ ആലോചിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് പ്രോഗ്രാം ഇടുന്നത്. 2-ാം തീയതി ആരംഭിച്ച് ഓരോ അസംബ്ലി മണ്ഡലത്തിലും 2 ദിവസം എന്ന നിലയിൽ 14 ദിവസത്തെ പര്യടന പരിപാടിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അത് മുമ്പോട്ട് പോകും. അതോടൊപ്പം തന്നെ നോമിനേഷൻ കൊടുക്കുന്നത് 3-ാം തീയതി എന്ന ഒരു ധാരണയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതും ഇലക്ഷൻ കമ്മിറ്റിയാണ് അതിൻ്റെ അന്തിമമായ തീരുമാനമെടുക്കുക. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കൺവെൻഷനുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുടുംബ സദസ്സുകളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ കുടുംബ സദസ്സുകളൊരു വലിയ മുതൽക്കൂട്ടാകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ജനങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വ്യക്തിയെയും നേരിട്ട് കാണുക എന്നത് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമാണ്. അസാധ്യമെന്ന് ഞാൻ പറയുന്നതിൽ അപ്രായോഗികമാണ്. പക്ഷേ അതിന് പകരമായി ഇപ്പോൾ നടത്തുന്നത് കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കുക. ഞാൻ നിരവധി കുടുംബ സദസ്സുകളിൽ പങ്കെടുത്തു കഴിഞ്ഞു. ഇനിയും മുമ്പോട്ട് കുടുംബ സദസ്സുകൾ ഉണ്ടാവും. അതിലൂടെ ഓരോ പ്രദേശത്തെയും 20 25 അല്ലെങ്കിൽ 50 വീടുകളിലുള്ള കുടുംബാംഗങ്ങളെ മൊത്തം ഒരു സ്ഥലത്ത് വിളിച്ചു ചേർത്ത് അവരുമായി ഒരു സംവേദം നടത്തുന്ന രീതിയാണുള്ളത്. ഇത് ഒക്കെ പറയുമ്പോഴും ഇപ്പോൾ പരമാവധി വോട്ടർമാരെ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ ഈ തവണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനത്തിന് കൂടുതൽ സമയം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? വോട്ടർമാരിൽ നൽകുന്ന ഒരു പിന്തുണ എത്രത്തോളമാണ്? ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ധാരാളം വോട്ടർമാരെ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ മുഴുവൻ വോട്ടർമാരെയും നേരിട്ട് കാണുക എന്നത് അപ്രായോഗികമായൊരു കാര്യമാണ്. നേരിൽ കണ്ട് സംസാരിക്കുമ്പോഴാണ് അവരിൽ പലർക്കും ചെറിയ ചെറിയ സംശയങ്ങളുള്ളത് ദൂരീകരിക്കാൻ കഴിയുക. ആ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവരോട് സംവദിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് നമ്മളോട് കൂടുതൽ താല്പര്യമുണ്ടാകും. അത്തരത്തിൽ വളരെ വലിയ താല്പര്യം കഴിഞ്ഞ ഏതാണ്ട് 1.5 മാസക്കാലമായിട്ടുള്ള എൻ്റെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പീഡന സ്മരണ പുതുക്കി ക്രൈസ്തവ ലോകം ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ദുഃഖവെള്ളി ദിനത്തിൽ എങ്ങനെയാണ് പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്? ഇന്ന് പൊതുപരിപാടികളുണ്ടോ? ക്രൈസ്തവ ലോകം ഈ ആഴ്ച വലിയ ആഴ്ചയെന്നാണ് പറയുക. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. പെസഹ വ്യാഴാഴ്ച ഒരു വലിയ സന്ദേശം നൽകുന്ന ചടങ്ങുകളാണ് ദേവാലയങ്ങളിലൊക്കെ നടക്കുക. ജനപ്രതിനിധികൾ ജനങ്ങളുടെ ദാസരായി പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പോൾ യേശുക്രിസ്തു കാണിച്ചു നൽകിയ വലിയ മാതൃക എന്ന് പറയുന്നത് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയായിരുന്നു. ആ കാൽ കഴുകൽ ശുശ്രൂഷയാണ് ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം ഇന്ന് പെസഹ വ്യാഴാഴ്ച നടക്കുക. അത് ലോകത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുക. ദുഃഖവെള്ളിയാണ്. യേശുക്രിസ്തു മനുഷ്യകുലത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ജീവാർപ്പണം നൽകിയ ദിവസമാണ്. കുരിശിൽ തൂങ്ങി മരിച്ച ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. അതിനുശേഷം ഒരു ഉത്ഥാനമുണ്ട്. ആ ഉത്ഥാനത്തോടു കൂടിയാണ് യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള ഒരു ദൈവപുത്രൻ എന്ന നിലയിൽ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ യഥാർത്ഥ അർത്ഥം ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. പള്ളികളിൽ ദേവാലയങ്ങളിൽ സന്ദർശിച്ച് ദേവാലയങ്ങളിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുക എന്നതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മറ്റന്നാൾ ദുഃഖ ശനിയാഴ്ച ഇതുപോലെ ചെറിയ ചെറിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളുണ്ടാകും. ഈസ്റ്റർ അത് ഒരു ആഘോഷത്തിൻ്റെ വലിയ സമാധാനത്തിൻ്റെ സന്ദേശം, സാഹോദര്യത്തിൻ്റെ സന്ദേശം നൽകുന്ന ദിവസമാണ്. ആ ദിവസവും വിശുദ്ധമായി ആചരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ, വലിയ തിരക്കുകളൊന്നുമില്ലാതെ, തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകുന്ന ദിവസങ്ങളാണ് ഈ 2-3 ദിവസങ്ങൾ.
എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ വീണ്ടും തെരഞ്ഞെടുപ്പിലൂടെ ഉയർത്തെഴുന്നേക്കാൻ അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് മുന്നേറ്റം നടത്തുവാൻ തോമസ് ചാഴികാടന് ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.